അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദുബായിലൊക്കെ വൈറലായിട്ടുള്ള ബീഫ് ബൺ പൊറോട്ട ബർഗറാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഈ ബൺ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ബൺ പൊറോട്ട നോർമൽ പൊറോട്ട ആയിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ 4 കപ്പ് മൈദക്കാണ് ഇപ്പോൾ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത്. 4 കപ്പ് മൈദക്ക് ഏകദേശം 11-12 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പഞ്ചസാര ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. പിന്നെ 2 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്. സാധാരണ തണുപ്പൊന്നുമില്ലാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് മിക്സാക്കി നോക്കാം. പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഈ 4 കപ്പ് മൈദക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് എന്തായാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ കുഴക്കുന്ന ടൈമിൽ ഇതുപോലെ നല്ലോണം വേലിച്ച് നല്ല സോഫ്റ്റായി കേക്കൊക്കെ കുറച്ച് പറ്റി പിടിക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. കേക്കൊക്കെ പറ്റി പിടിക്കുന്ന ടൈമിൽ മൈദ ഇട്ട് കൊടുത്ത് മാവ് ഹാർഡാക്കി എടുക്കരുത്, നല്ല സോഫ്റ്റ് തന്നെ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നന്നായി വലിച്ച് കുഴച്ചെടുത്ത് നമ്മൾ ആദ്യം എടുത്ത ബൗളിലേക്ക് തന്നെ മാവ് വെച്ച് കൊടുത്ത് കുറച്ചധികം ഓയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. കുറച്ച് ഓയിൽ തടവിയാൽ പോരാ, കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ മേലിലൊക്കെ നന്നായി ഡിപ്പ് ചെയ്ത് കവർ ചെയ്ത് വെക്കണം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാവ് നല്ലോണം ഇനിയും സോഫ്റ്റായി വരും. അപ്പോൾ ഇതാ 2 മണിക്കൂർ ഞാൻ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിന്. ഇതിപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എത്രയും വലിച്ച് നീട്ടാൻ കഴിയുന്ന കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതെടുത്തിട്ട് നമുക്ക് ബോൾസ് ആക്കി വെക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കി വെക്കുന്ന പാത്രത്തിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മാവ് എപ്പോഴും ഓയിലാണ് ഉണ്ടാവേണ്ടത്, ഡ്രൈ ആയി പോകരുത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരത്തി കൊടുക്കാം. പരത്തുന്നതിന് മുമ്പ് എവിടെ നിന്നാണോ പരത്തുന്നത് അവിടെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ മാവ് പരത്താൻ നമുക്ക് റോളറിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായി പരത്തിയെടുക്കാൻ പറ്റും. കാരണം അത്രയും മാവ് സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഇത് കണ്ട കൈ വെച്ച് പരത്തുമ്പോൾ തന്നെ മാക്സിമം നൈസായിട്ട് വരും. നല്ല സിമ്പിളായിട്ട് തന്നെ ആക്കാൻ പറ്റും. ഇനി ഇതുപോലെ നല്ല നൈസായി പരത്തി കഴിഞ്ഞാൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ടോ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്ത 2 ഭാഗവും ജോയിൻ്റ് ആക്കി കൊടുത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് വലിച്ച് മറ്റേ 2 അറ്റത്തുനിന്നും നന്നായി ചുറ്റിക്കൊടുത്ത് ഇതുപോലെ അട്ടിയായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. റോളറൊന്നും യൂസ് ചെയ്യണ്ട, കൈ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തിയാൽ മതി. അപ്പോൾ ഞാനിത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കുക. പൊറോട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കാര്യം നമ്മൾ ഈ ബൺ പൊറോട്ട അധികം പരത്തുന്നില്ലല്ലോ നോർമൽ പൊറോട്ട പോലെ. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, ഉള്ളിൽ കുറേ ലെയേഴ്സും ഉണ്ടാവും. അതൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നോർമൽ പൊറോട്ട മാതിരി ഇതൊന്ന് അടിച്ചു കൊടുക്കുക. ചെറുതായിട്ട് അടിച്ചാൽ മതി. നോർമൽ പൊറോട്ട മാതിരി ഓവറായിട്ട് അടിക്കരുത്, ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഓവറായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഷേപ്പ്ലെസ് ആയി പോകും. ഇനിയിപ്പം ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതുപോലെ തന്നെ സ്ലോ കുക്ക് ചെയ്ത് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബർഗറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ള ബീഫ് പാറ്റി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ക്ലീനാക്കി വെച്ച ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ബീഫ് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ പോരാ, നന്നായി ഒന്ന് അരച്ച് തന്നെ എടുക്കണം. എന്നാലേ പാറ്റി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ജോയിൻ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഈ ബീഫ് ഒന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എല്ലാ ബീഫും അരച്ചെടുക്കാം. ഇനി ഈ ബീഫിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്ത് ഈ ബീഫ് നന്നായി മസാലയോട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 1 അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബീഫൊന്ന് ഓരോരോ ബോളാക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്ത്
ഇതുപോലെ ബീഫിൻ്റെ പാറ്റി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൈ വെച്ച് തന്നെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ബീഫ് ഒന്ന് ചെറുതായി കുക്കായി വന്നതിനാൽ ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ബീഫിൻ്റെ 2 സൈഡും നന്നായി കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അരച്ചെടുത്ത ബീഫായതുകൊണ്ട് തന്നെ കുറേ ടൈമൊന്നും വേവാൻ എടുക്കൂല. 7 to 8 മിനിറ്റ് കൊണ്ട് തന്നെ ബീഫ് നന്നായി കുക്കായി വരും. ബീഫ് പാറ്റി കുക്കായി വന്നതിനാൽ മുകളിൽ ചീസും കൂടി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൊറോട്ടയിലേക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടിക്ക മയോണൈസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ പാറ്റിയും കൂടി ചീസ് മെൽറ്റ് ചെയ്ത് വെച്ച പാറ്റിയും കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര 1 or 2 വെച്ച് കൊടുത്ത് വേറൊരു പൊറോട്ടയിലും കൂടി മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദുബായ് വൈറൽ ബീഫ് ബൺ പൊറോട്ട റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും എന്നിട്ട് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.